ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ പറയുന്ന ഒരു വിഷയം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഒരു വിഷയത്തിലെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. തേവലക്കര ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിൽ എയ്ഡഡ് സ്കൂളാണ്. അത് CPMൻ്റെ പ്രാദേശിക നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്വത്തിലുള്ള സ്കൂളാണ്. എന്നിരുന്നാലും ഈ സ്കൂള് ഏകദേശം 1917 കാലഘട്ടത്തിൽ സ്റ്റാർട്ട് ചെയ്ത. അപ്പോൾ ഈ സ്കൂള് ഒരു റൂറൽ ഏരിയയാണ്. ചവറ ബ്ലോക്കിൽ തേവലക്കര എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ കറണ്ടടിച്ച് ഒരു കുട്ടി മരിച്ച വിഷയം കേരളത്തിൽ 2-3 ദിവസത്തെ വാർത്താ ചാനലുകളുടെയൊക്കെ സംസാര വിഷയമായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഈ വിഷയം ഫെമിലിയറാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ഹെഡ് മിസ്ട്രസ് ആയിരുന്ന സുജ എസ് എന്ന് പറയുന്ന ഹെഡ് മിസ്ട്രസിനെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് തീരുന്നൊരു പ്രതിസന്ധിയാണ്. അവരായിരുന്നു, സ്കൂൾ അധികൃതരാണോ ഇതിൻ്റെ പ്രധാന വില്ലാളി, അതോ KSEB ആയിരുന്നു? അവരുടെ മാത്രം ഉത്തരവാദിത്വമാണോ, അതോ AEO DEO അവർക്കൊക്കെ ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നോ എന്ന ചോദ്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഇൻവോൾവ്മെൻറ്റ് വിദ്യാർത്ഥികൾ, അതായത് സ്കൂളുകളായാലും സാംസ്കാരിക സാമൂഹിക ഏത് മേഖലകളിലായാലും ഒരു ഇടപെടൽ ജനത്തിൻ്റെ ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ആ അർത്ഥത്തിൽ കേരളത്തിൽ ഏത് വിഷയങ്ങളുണ്ടായാലും ജനങ്ങളുടെ ഇൻവോൾവ്മെൻറ്റും പ്രതികരണവും ഉണ്ടാവും. പക്ഷേ ആ പ്രതികരണങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ വീഴ്ചയുണ്ട് താൻ. കാരണം പല പ്രശ്നങ്ങളും കേരളത്തിലുണ്ടാകുമ്പോൾ കമ്പാരിഷൻ ചെയ്യുമ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമാണ്. എങ്കിലും ഓരോ വിഷയങ്ങളും നമ്മൾ വളരെ വിഭിന്നമായി ചിന്തിക്കുന്ന തലത്തിലുള്ള ആൾക്കാരായതുകൊണ്ട്, ആ രീതിയിൽ ജീവിത സാഹചര്യങ്ങളുള്ളൊരു നാടായതുകൊണ്ട് ഏത് വിഷയങ്ങളെയും ചിന്തിച്ച് പ്രതികരിക്കുന്നവരാണ്. അപ്പോൾ ഇനി കുറേ ആൾക്കാർ അതിനെ എതിർക്കുമെങ്കിലും ഈ ഒരു സ്വാതന്ത്ര്യമുള്ള ഒരു സംസ്ഥാനം, അത് കേരളം എന്നുള്ള രീതിയിലാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. അപ്പോൾ വിഷയങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിട്ട് അതിനെ ഓർത്ത് അതിൻ്റെ സമയത്ത് കുറേ ആക്ഷൻസ് ഉണ്ടാവുമെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ വീഴ്ച സംഭവിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇവിടുത്തെ സംഭവം, ഒരു കുട്ടി മിഥുൻ എന്ന് പറയുന്ന 8 വയസ്സുകാരൻ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 13 വയസ്സുകാരൻ, അവൻ്റെ അമ്മൂമ്മയുടെ കൂടെ താമസിക്കുക. വലിയ സാമ്പത്തികപരമായ ബുദ്ധിമുട്ട് നമുക്കറിയാം. ഇപ്പോൾ എയ്ഡഡ് സ്കൂളുകളിലൊക്കെ വരുന്ന കുട്ടികളൊക്കെ, മിക്ക കുട്ടികളും മിടുക്കരാണേലും ഒക്കെ സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്നവരാണ്. മനസ്സിലായോ? ടീച്ചർമാർ തന്നെ പിടിച്ചും വലിച്ചും ഒക്കെ കൊണ്ടുവന്ന് സ്കൂളുകളിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ അധ്യാപകർക്കെല്ലാം കുട്ടികളോടുള്ള അറ്റാച്ച്മെൻറ്റും വർദ്ധിക്കും. കാരണം ഇവരൊരു റെസ്പോൺസിബിലിറ്റി എല്ലാ എയ്ഡഡ് സ്കൂളുകളിലും അത്തരത്തിലുള്ള എന്തുണ്ട്, ഈ ഒരു നയത്തിലൂടെ കൊച്ചുങ്ങളുമായിട്ട് ഭയങ്കരമായ ബന്ധം വെക്കും. കാരണം ഈ കുട്ടി ക്ലാസ് വിട്ടും സ്കൂൾ വിട്ട് ഒഴിഞ്ഞു പോവുകയും ചെയ്യരുത്. അപ്പോൾ മറ്റൊരു സ്കൂളിൽ നിന്നാണ് ഈ കുട്ടി ഇങ്ങോട്ട് ഈ വർഷം ജോയിൻ ചെയ്തത്, മിഥുൻ. അപ്പോൾ ആ സ്കൂളിൽ സാഹചര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാവും. +2 എല്ലാ ഗവൺമെൻറ് സ്കൂളുകളിലും ഒന്നും എന്തായിട്ടില്ല, നമ്മളീ പറയുന്ന സ്മാർട്ട് സ്കൂൾ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലേക്ക് ആയിട്ടില്ല. നമ്മൾ പക്ഷേ കൊട്ടാരക്കര ബോയ്സ് ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വലിയ മേൽമയിലേക്ക് പോവുകയും ചെയ്തു. അപ്പം അതുകൊണ്ടാണ് അവിടെ ഡിമാൻഡ് വർദ്ധിച്ചത്. ഇപ്പം നമുക്ക് MGM പഠിക്കുന്ന കുട്ടി പോലും 10ാം ക്ലാസ് കഴിഞ്ഞ് വന്ന് ഇവിടെ കോമ്പറ്റീറ്റ് ചെയ്യുക, ഇവിടെ ബോയ്സ് ഹൈസ്കൂളിൽ കിട്ടുമോ എന്ന് നോക്കുക. മനസ്സിലാവുന്നു? അത്തരത്തിൽ വിദ്യാഭ്യാസത്തിൻ്റെ വാല്യൂ അവിടെ ആ ഇൻഫ്രാസ്ട്രക്ചറിലുള്ള ബിലീവ്സാണ്. മനസ്സിലാവും? ഓൾസോ എന്താണ് ടീച്ചേഴ്സ്. അവിടെ നമുക്ക് ഗവൺമെൻറ് തലത്തിലൊരു ടീച്ചർ വരുമ്പോൾ അവരൊരു PSC എഴുതിയാണ് വരുന്നത്. ദർ വാസ് എ കോമ്പറ്റീഷൻ. അതിൽ നിന്ന് പ്രൂവ് ചെയ്ത് അവർ വരുന്നത്. അപ്പം അവിടെ ഫാക്കൾട്ടി എന്താണ്, നല്ലതാണ്, സിസ്റ്റവും നല്ലതാണ്. അത് വളരെ റെയറാണ്. ഇത് ഗവൺമെൻറ് ചെയ്യുന്നത് എങ്ങനെയാണ്? 1000 അല്ലെങ്കിൽ 100-ൽ 1-2 സ്കൂളുകൾ, അല്ലെ 100-ൽ ഒരു 5 സ്കൂളുകളെ എന്ത് ചെയ്യുന്നു, ഇതുപോലെ മാർക്കറ്റിംഗ് ചെയ്യുക. അപ്പം ദേ ആർ ഗെറ്റിംഗ് മണി ഫ്രം നോട്ട് ഫ്രം ദ സ്കൂൾ, ഗവൺമെൻറ്. ദ മണി ഈസ് ഇൻവെസ്റ്റിംഗ് ഹൂം
ആരൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഇതിൻ്റെ പേരുന്നത് കിഫ്ബി. മനസ്സിലാവുന്നു? അപ്പോൾ ഇത് ഗവൺമെൻറ് ഇതിനെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ സ്കൂളുകളെയും ഈ സ്കൂൾ വെച്ച് മാർക്കറ്റ് ചെയ്യുക. അതൊന്നാമത്തെ ഒരു ഡിഫക്റ്റാണ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ സ്കൂളുകളും അത്തരത്തിലല്ല. ഇവർ ഈ പറയുന്ന സ്മാർട്ട് സ്കൂളുകളാണ് എന്നുണ്ടെങ്കിൽ ഈ മിഥുൻ പഠിക്കുന്ന സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും ഒക്കെ എന്തുണ്ടായിരുന്നേനെ ഇത്തരത്തിലുള്ള ഇപ്പം അതിലെ ബോയ്സ് ഹൈസ്കൂളിൻ്റെ മുകളിൽ കൂടെ ഒരു ലൈൻ കമ്പി സമ്മതിക്കും അവർ? വേണ്ട. നമ്മുടെ വീട് വെക്കുമ്പോൾ നമ്മൾ സമ്മതിക്കും. മനസ്സിലാവുന്നു? അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവിടെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം. അപ്പം മിഥുൻ്റെ കാര്യം പറയാം. അപ്പോൾ മിഥുൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവരവിടെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഒരു ഷെഡുണ്ട്. ഈ ഷെഡ് എന്നൊക്കെ പറഞ്ഞ എല്ലാ സ്കൂളുകളിലും ഉണ്ട്. മനസ്സിലാവുന്നു? കഞ്ഞിപ്പുര ഉണ്ടാവും. ഇത് സൈക്കിള് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ആലോചിച്ചോണം, ആ ഷെഡ് അത്ര വലിയ മേൽമയുള്ളതൊന്നും ആവത്തില്ല. അപ്പോൾ ആ സ്ഥലത്താണ് കൂട്ടുകാരൻ്റെ ചെരുപ്പ് വീണത്. ഇവൻ കയറി ചെന്ന് എടുക്കുന്നത്. പക്ഷെ ഒരു കൂട്ടുകാരൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, ഞങ്ങൾ കയറരുതേ എന്നവനോട് പറഞ്ഞു എന്ന്. ആ മരണ ദിവസം എന്ത് ചെയ്യുന്നു, അവൻ്റെ ഒരു സുഹൃത്തിനെ കാണാൻ വന്ന് ഒരു സുഹൃത്തിനോട് ഇത് പറയുന്നുണ്ട്. മനസ്സിലാവുന്നു? അപ്പം ഞാൻ മിഥുനെ കുറ്റപ്പെടുത്തുകയല്ല, നമ്മൾ അത് വേറൊരു സൈഡിൽ പഠിക്കേണ്ട കാര്യമാണ്. ഒരു കുട്ടി ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായ കാര്യങ്ങളെപ്പറ്റി അവബോധം വളർത്തിയെടുക്കേണ്ടത് ആരാ? അധ്യാപകരും. സ്കൂൾ, ദാറ്റ് ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് സ്കൂൾ. സ്കൂൾ മീൻസ് വാട്ട്? എ ടീം. അവർക്ക് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. ഇവിടെ ഇന്നലെയും ആര് മരിച്ചു? ഒരു പെൺകുട്ടി ഷാർജയിൽ ആത്മഹത്യ ചെയ്തു. ബിക്കോസ് ഓഫ് എന്തോന്ന്? അപ്പോൾ ഈ അവബോധം ഉണ്ടാവണം, ഒരു ബോധം മനസ്സുണ്ടാവണം. ഞാൻ മരിക്കാനുള്ളതല്ല, എനിക്ക് ഇങ്ങനെ ഒരാണ് ചീത്ത വിളിച്ചാൽ മരിക്കാനാണ്. ഇവിടുത്തെ പെണ്ണുങ്ങളെല്ലാം ചാവേണ്ടി വരും. അപ്പോൾ ഇത് എവിടെ കൊടുക്കണം? വിദ്യാഭ്യാസം. നോ. പരാതി എന്ന് പറയുന്നതൊക്കെ ഒരു മനുഷ്യൻ്റെ മനസ്സിനെ തകർക്കുന്ന സാധനമാണ്. എടേ, മനസ്സ് തകരില്ലെന്ന്. നിന്നെ ഞാൻ എങ്ങനെ ആക്കിയെടുത്ത്? നിന്നെ മോൾഡ് ചെയ്തെടുത്ത് എങ്ങനെ? എന്ത് പറഞ്ഞാലും നിനക്ക് എന്ത് ചെയ്യത്തില്ല? ഇത് ഉള്ളിൽ കയറി വിഷമം വരാത്ത രീതിയിലേക്ക് ആക്കിയെടുക്കും. ഞാൻ കൊച്ചുങ്ങളോട് ചിലപ്പോൾ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നതൊക്കെ എന്താണ്, അവരുടെ മാനസികപരമായി അവരോട് എന്ത് ചെറുത്തുനിൽപ്പിനെ പഠിപ്പിക്കുക. വനത്തിലെ മൃഗങ്ങളുടെ കണ്ടീഷൻ എടുക്കണം. മനുഷ്യൻ മൃഗമായിരുന്നു, വേട്ടയാടി തിന്നവനാ. അവൻ ആ വേട്ടയാടുന്ന സമയത്ത് അവൻ്റെ കുഞ്ഞിനെയും മൃഗം വേട്ടയാടും. മനസ്സിലാവുന്നോ? അപ്പോഴവൻ എന്താ ചെയ്യുന്നേ? അവൻ്റെ കുഞ്ഞിനോടെയും പഠിപ്പിക്കും. കല്ലുകൾ കൂർപ്പിച്ചതും കമ്പുകളുടെ അറ്റം കൂർപ്പിച്ചും ഒക്കെ അവൻ അമ്പും വില്ലും ഒക്കെ ഉണ്ടാക്കിയത് എന്തിനാ? പ്രതിരോധിക്കാൻ വേണ്ടി അവനെ പഠിപ്പിക്കുക. ആര് പഠിപ്പിച്ച്? അന്നത്തെ കാലഘട്ടത്തിലെ ജീവിതത്തിൽ എങ്ങനെ പഠിപ്പിച്ചത്? അതിനെ ആ ജീവിത സാഹചര്യത്തെ വെല്ലുവിളിക്കാനാണ്. ഇന്ന് ഇറക്കി വിടുകയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ആ വിദ്യാഭ്യാസം കുട്ടികൾക്ക് കിട്ടുന്നില്ല. എങ്ങനെ? സിറ്റുവേഷൻ, പ്രാക്ടിക്കൽ നോളജ് കിട്ടുന്നില്ല, ആപ്ലിക്കേഷൻസ് കിട്ടുന്നില്ല. അപ്പോൾ അവിടെ ഒരു പ്രോബ്ലംസ് ഞാൻ വലുതായിട്ട് ഇവിടെ കാണുന്നു. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ എനിക്ക് വാസുകി IPS, ഷീ ഈസ് ദ ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ. അതോടൊപ്പം തന്നെ ശിവൻകുട്ടിയോടൊക്കെ മിനിസ്റ്ററോടും പറയാനുള്ളത്, വിദ്യാർത്ഥികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് ആനുപാതികമായ വിദ്യാഭ്യാസം ഒരു പീരീഡ് കൊടുക്കാൻ പറ്റണം. ഞാൻ ഇന്നലെയും കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോഴും പറഞ്ഞു, കൗൺസിലിംഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൺലി ഫോർ ദ മൈൻഡ്. പക്ഷെ ഹൂ ഈസ് കൗൺസിലിംഗ് ദം? ആക്ച്വലി ആ കൗൺസിലിംഗ് ചെയ്യുന്ന ഒരു പാസ്റ്ററെ പോലുള്ള ഒരാളായിപ്പോയി ഇപ്പോഴത്തെ എല്ലാം. ഞാൻ 2-3 കൗൺസിലിംഗ് കഴിഞ്ഞ ഒരിടയ്ക്ക് കേട്ടതാണ്. നമ്മുടെ പള്ളി തന്നെ അല്ല, അതുപോട്ടെ, പള്ളിയാണല്ലോ. നമ്മൾ കൗൺസിലിംഗ് പറയുമ്പോൾ ഒരു ട്രാൻസ്ഫോർമേഷൻ വരണം. എങ്ങനെ? അവൻ്റെ തോട്ടിലൊരു ചിന്തയിൽ മാറ്റം വരുത്തി കൊടുക്കണം. അതാണ് അവനെ കൗൺസിലിംഗ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യവസ്ഥിതിയിൽ മാറ്റം വരണം. അങ്ങനെ കുട്ടികളിൽ കഥകളിലൂടെ, മനസ്സിലായോ? നമ്മൾ ചാണക്യൻ്റെ കഥയൊക്കെ പഠിച്ചാലേ, അന്ന് നമ്മുടെ രാജാവിനെ കണ്ടെത്താൻ വേണ്ടി അയാൾ പോകുമ്പോൾ ഒരു കുട്ടിയിലാണ് രാജാവിനെ കാണുന്നത്. കാരണം എന്താ? അവൻ്റെ പ്രാക്ടിക്കൽ നോളജ് നോക്കി. ജനങ്ങളെ ഭരിക്കുന്നവന് പ്രാക്ടിക്കൽ നോളജാണ് വേണ്ടത്. എഡ്യൂക്കേഷണൽ നോളജ് എന്തിനാ? ഇത് ഈ തിയറീസ് അതിനകത്ത് ആപ്ലിക്കേഷൻ നടത്താനാണ്. അതനുസരിച്ചുള്ള മാറ്റമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മറ്റു കുട്ടികൾ പറഞ്ഞ് കയറിപ്പോരുത്. അപ്പോഴെന്താണ്? അവിടെ ആ ലൈൻ കമ്പി എത്ര ആണെന്ന് ആലോചിച്ചോണം. 440 വോൾട്ട് ഹൈ ടെൻഷനുള്ള സാധനമാണ്. അപ്പം നീ അവിടെ ചെല്ലുമ്പോൾ എവരി ബോഡീസ് അട്രാക്ട് അതേഴ്സ് എന്നുള്ള കൺസെപ്റ്റ് വെച്ച് എവനെ അങ്ങോട്ടങ്ങ് അട്രാക്ട് ചെയ്യും. ഒരു പൊടി അങ്ങ് അടുത്ത് ചെല്ലുമ്പോൾ ഇത്രയും വലിയ പവറല്ലേ ഇവിടെ.
ഇവൻ അതിനകത്തിരുന്ന് മരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുട്ടി മനസ്സിലാക്കിയിരിക്കണം എന്ത്, ഇത് ഞാൻ ഈ ചെരുപ്പെടുക്കാൻ പോകുമ്പോൾ ഒരു കമ്പും കൊണ്ട്, ഒരു ഉണക്ക കമ്പും കൊണ്ടേ കയറാവൂ. ഇച്ചിരി അങ്ങോട്ട് മാറി എന്നിട്ട് അവൻ ആ കമ്പ് വെച്ച് വലിച്ച് താഴെ. ഇത്രയും ഒരു ബോധം ആ കുട്ടിക്ക് ഇല്ലാതെ പോയതാ പ്രശ്നമായത്. 8ാം ക്ലാസ്സിലാണ്. അങ്ങനെ ചിന്തിപ്പിക്കണം. ഹൈസ്കൂളാ, മനസ്സിലാവുന്നോ? അന്ന് പറയുന്നത് ഞാൻ ആ കുഞ്ഞിനെ എതിർത്ത് പറയുമല്ല, ആ വിദ്യാഭ്യാസം വേണമെന്നാണ് ഞാൻ പറയുന്നത്. ടീച്ചേഴ്സിനെ ഇൻഫോം ചെയ്യാന്ന് പറഞ്ഞാൽ അത് ചിലപ്പം പെട്ടെന്ന് നടന്നെന്നിരിക്കത്തില്ല. അതൊന്നും നടക്കത്തില്ല. അവിടുത്തെ സാഹചര്യം അല്ല, അതൊക്കെ അത് പറയാം. ഉണ്ടായത് എങ്ങനെയാണെന്ന് പറയുന്നതിന് മുമ്പും ഇത് കേൾക്കുന്നവരുടെ കുട്ടികളും നാളെ ഇങ്ങനെയുള്ള അയൺ ബോക്സ് എടുക്കുമ്പോൾ, നമ്മുടെ തൃക്കണാവിൽ തന്നെ പാപ്പൻ സാറിൻ്റെ മോൻ മരിച്ചത് അയൺ തേക്കുന്ന സമയമോ, മനസ്സിലാവുന്നോ? പ്രസിങ് ചെയ്യുന്ന സമയത്താണ്. ഞാൻ പറഞ്ഞ കേട്ടില്ലേ, എനിക്കും പേടിയാ. നമ്മുടെ അയൺ ബോക്സിൻ്റെ അറ്റം ഇച്ചിരി പൊളിഞ്ഞിരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? അതിൻ്റെ മാക്സിമം ലെവലിൽ മനസ്സിലായി. ഞാൻ ആ കൊച്ചിൻ്റെ മരണത്തെ പറ്റി പറഞ്ഞു. മിഥുൻ എന്തുകൊണ്ട് ടീച്ചറെ? അപ്പം മനസ്സിലാവുന്നോ? അപ്പം എന്ത് പറഞ്ഞേ? അന്നേരം നമ്മൾ എന്ത് ചെയ്യണം? ഓരോ സാധനങ്ങളും എങ്ങനെ ബഹുമാനിക്കണം, മാതാപിതാക്കളെ, അധ്യാപകരെ, സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം, പണത്തെ പറ്റിയുള്ള പഠനം, ഓരോ കാര്യത്തെ പറ്റിയുള്ള ഒരു പഠനം ആവശ്യമാണ്. ഓക്കെ, ഇവിടെ ഈ കുട്ടി മരിച്ചു കഴിഞ്ഞു. അവന് നേരെ പെട്ടെന്ന് അധ്യാപകർ എന്നാൽ ആലോചിച്ച് നോക്കാം. അധ്യാപകർ ഉടനെ എങ്ങനെ എടുത്തേ? അധ്യാപകർ അവരെ ഉടനെ എന്ത് ചെയ്തു? കുട്ടിയെടുക്കാൻ ബെഞ്ച് കൊണ്ട്, ഉണക്ക കമ്പെന്നുള്ള കൺസെപ്റ്റിൽ, മനസ്സിലായോ? വിദ്യുത് രോധിയായിട്ടുള്ള സാധനം എടുത്ത് അടിച്ചിട്ടു. കുട്ടികൾക്കൊരു പാഠമാണ്, മനസ്സിലാവുന്നു? എടുത്തിട്ട് എന്തോ ഇത് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷെ അവനെ സംരക്ഷിക്കാൻ പറ്റിയില്ല, ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ല. കാരണം അവിടെ മരണം സംഭവിച്ചിരുന്നു. മനസ്സിലാവുന്നു? ആ കുട്ടിയുടെ വീട്ടിലെ സാഹചര്യം വളരെ മോശമാണ്. മണിയമ്മ അവർ വളരെയേറെ, ഗ്രാൻഡ്മ എന്ന് പറയുന്നത് വളരെയേറെ വിഷമസ്ഥിതി ജീവിക്കുന്നവരാ. വീടൊക്കെ വളരെ മോശമായിട്ടുള്ളത്. അപ്പൻ മനു, അവൻ ഡെയിലി ജോലിക്ക് പോകുന്ന. അമ്മ ഹൗസ് വൈഫ്, നഴ്സായിട്ട് എവിടെ കുവൈറ്റ് ജോലി, ഹോം നഴ്സായിട്ട് എവിടേക്കോ സൗദി അല്ല കുവൈറ്റിൽ 3 വർഷമായിട്ട് ജോലി ചെയ്യും. അപ്പം ഈ കൊച്ചുങ്ങൾക്ക് വേണ്ടി ഇളയ മകനുണ്ട്, അവൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു, സുജിൻ. മനസ്സിലാവും? ഇവരുടെ ജീവിത സാഹചര്യങ്ങളും വളരെ ഇതാണ്. ഞാനത് പറഞ്ഞു, കുട്ടികൾ എങ്ങനെ അവിടെയൊക്കെ വന്ന് ചേരുന്നതെന്നുള്ളത്. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ അത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന അധ്യാപകരുടെ ഹാർഡ് വർക്ക് കൊണ്ടാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ പോകുന്നത്. ഈ കാരണം എന്താ? ഇപ്പോൾ ഭയങ്കര കോമ്പറ്റീഷനാണ്. എവിടെ നിന്ന് വരുന്നത്? CBSE ICSE കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ cannot be compared with the state syllabus. ആക്ച്വലി സ്റ്റേറ്റ് സിലബസ് വിദ്യാർത്ഥികൾ നമ്മളിപ്പോൾ തന്നെ കണ്ടില്ലേ, only 17 സ്റ്റുഡൻസ് came from the list. ഏതാ? കീം ലിസ്റ്റ്. ഫ്രം എവിടുന്ന 100% കുട്ടികളെ എടുക്കും, 17 പേര് സ്റ്റേറ്റ് സിലബസിൽ നിന്ന് വരുന്നുള്ളൂ. ദാറ്റ്സ് മീൻസ് വാട്ട്? ഇതിപ്പം റിയൽ എൻട്രൻസിൽ നിന്ന് മാത്രം എടുത്താൽ ഇരുന്നോട്ട്, എൻട്രൻസിൽ നിന്ന് മാത്രം എടുത്താൽ ഈ 17 ചിലപ്പം വരത്തില്ല. അവരെ പഠിപ്പിക്കുന്ന സിലബസ് എന്ന് പറഞ്ഞാൽ ഈ ഗോൾ ഓറിയൻറ്റഡാണ്. നമ്മുടെ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകർ പിള്ളേരെ പഠിപ്പിക്കുന്ന സിലബസാണ്. അന്ന് അവർക്കും സമയമില്ലടേ. അപ്പം ഇതിനകത്തെ അനാസ്ഥ എന്താന്ന് പറയാനാണ് ഞാൻ ഇന്ന് ലൈവ് വന്നത്. അനാസ്ഥ കൃത്യമായും ഇലക്ട്രിസിറ്റി വകുപ്പിൻ്റെ. മനസ്സിലാവുന്നു? കൃത്യമായി കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ ഒന്നുകൂടെ അടിവരയിട്ട് പറയുക. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഇത് കൃത്യമായ സമയത്ത് പറയാനേ പറ്റൂ. കറണ്ട് എടുത്ത് പിടിച്ച് വെക്കാൻ പറ്റത്തില്ല. ഇടേ ഞാൻ കൗൺസിലറായിട്ടിരിക്കുമ്പോൾ നീ കേട്ടിട്ടുണ്ടോ? അവർ ഡൈസ്മുക്ക് എന്ന് പറയുന്ന ഒരു പേജുണ്ട്. ആ പേജിനകത്ത് എല്ലാ പോസ്റ്റിൻ്റെയും, നമ്മുടെ വാർഡിലുള്ള മൊത്തം പോസ്റ്റിൻ്റെ നമ്പർ ഇട്ടിട്ടുണ്ട്. 57 പോസ്റ്റായിരുന്നുണ്ട്. ഈ 57 പോസ്റ്റിൻ്റെ നമ്പർ ഞാൻ എവിടെ ഇട്ടേക്കുവാ? ഓപ്പണായിട്ട് ഇട്ടേക്കുവാ. നിങ്ങൾക്ക് ബുദ്ധിമുട്ട്, പോസ്റ്റിൻ്റെ നമ്പർ അതിൻ്റെ താഴെ ഇട്ടോണം. പ്രശ്നങ്ങൾ ജനങ്ങളെ ബോധവാന്മാരാക്കണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? KSEB വാർഡുകൾ തോറും അവിടുത്തെ മെമ്പർ, അയാളും തെറ്റുകാരനാണ്, അവൻ ഇത് കാണുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ശിക്ഷിക്കണമെന്നല്ല, വേണമെന്നുണ്ടെങ്കിൽ നാളെ അവനെ ശിക്ഷിക്കാൻ പോകും. മനസ്സിലാവുന്നു? അപ്പോൾ അവരുടെ ആ വാർഡിലെ ഞാൻ ഈ പറഞ്ഞ സിസ്റ്റം അനുസരിച്ച് ആ വാർഡിലെ പ്രാഥമിക ആശുപത്രികൾ, ആ വാർഡിലെ സ്കൂളുകൾ, ആ വാർഡിൽ ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കാൻ പഞ്ചായത്ത് മെമ്പറും തുനിയണം. ഇതിന് നമ്മളൊരു വീട് വെക്കുമ്പം ചില ഇളവുകളൊക്കെ കണ്ണടച്ച് കൊടുത്തത് വോട്ടിന് വേണ്ടിയാണ്. പക്ഷേ പൊതു സ്ഥലങ്ങളിൽ പൊതു പർപ്പസിന് വേണ്ടിയുള്ള സ്കൂളുകളായാലും അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാവരുത്. ബിക്കോസ് ഇത് ഗവൺമെൻറ് എയ്ഡഡാണ്. ഇത് ഗവൺമെൻറ് സ്റ്റുഡൻസ് ആണ്, കൊച്ചുങ്ങളാണ് വന്ന് പഠിക്കുന്നത്. അവിടുത്തെ ആഹാരത്തിൽ പോലും എന്ത് ചെയ്യരുത്? മായം വരരുത്. വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പിന്നെയും വരാം, പിഴവുകൾ സംഭവിക്കാം, മനുഷ്യരാ. പക്ഷേ മനസ്സിലാവുന്നു, അത് സെക്കൻഡറിയാണ്.
പക്ഷെ ഇവിടെ പിഴവുണ്ടോയെന്ന് ചോദിച്ചാൽ ആ ലൈൻ അങ്ങനെ കടന്നത് വലിയൊരു പിഴവാണ്. അത് KSEBിയുടെ പിഴവാണ്. പിന്നെ അധ്യാപകർ അത് പോയി ചെന്ന് പറഞ്ഞിരുന്നോ എന്നുള്ളത് അത് സെക്കൻഡറി, വേറൊരു വിഷയമാണ്. അത് ഇൻഫോം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. പഞ്ചായത്തിൻ്റെ അനാസ്ഥയുണ്ട്. ഏറ്റവും വലിയ അനാസ്ഥ KSEBിയുടെയാണ്. സുജ എന്ന് പറയുന്ന അവരെ സസ്പെൻഡ് ചെയ്തതിനകത്ത് ഒരു മര്യാദയും ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് സിസ്റ്റത്തിനകത്ത് ഒരു അപകടം സംഭവിക്കുന്നതിന് മുമ്പ് ഓരോ പഞ്ചായത്തുകളിലും ഓരോ മെമ്പർമാരും ഞാൻ ഈ പറയുന്ന ഗണത്തിൽ പോസ്റ്റുകൾ ഉൾപ്പെടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ A to Z സാധനങ്ങളിലും എന്തോ വേണം, അവരുടെ ഒരു കണ്ണുണ്ടാവണം. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഈസിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സ്ഥലമാണ് ഒരു പഞ്ചായത്ത് വാർഡെന്ന് പറയുന്നത്. മനസ്സിലാണോ? ഒരു വാർഡിൽ ആ കാഴ്ചപ്പാടിൽ എനിക്കൊരു ചായ കേട്ടോടെ, ആ ഒരു കാഴ്ചപ്പാടിൽ എന്തുവാ ഈ ആർക്ക് ശ്രദ്ധിക്കാമായിരുന്നു? പഞ്ചായത്ത് മെമ്പറിന് പോലും ഇത് ശ്രദ്ധിക്കാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അപകടങ്ങൾ, ഇത് ഏത് ബോട്ട് യാത്രയായിട്ട് ബസ് യാത്ര, ഗണേഷ് കുമാർ നമസ്കാരം. പക്ഷേ ബസ്സുകളിൽ നല്ല ബസ്സുകളുമുണ്ട്, ചീത്ത ബസ്സുകളുമുണ്ട്. ചീത്ത ബസ്സിലുള്ള ആൾ മരിച്ചോട്ടെന്നാണ് മനസ്സിലാവുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? വണ്ടികളെല്ലാം തന്നെ എന്ത് ചെയ്യണം? ക്വാളിറ്റിയായിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റണം. മനസ്സിലായോ? അപ്പോൾ അത്തരത്തിലുള്ള തരത്തിലേക്ക് ഓരോന്നും കൃത്യമായ അവലോകനത്തിലൂടെ കൊണ്ടുപോയാൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ഫുഡ് ഏത് സാധനമായാലും ശരി മുൻകരുതലെടുക്കേണ്ട തരത്തിലേക്ക് മാറുന്ന തരത്തിലും, അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് മാനസികപരമായ വിദ്യാഭ്യാസം, അതായത് കൃത്യമായ പ്രതികരണങ്ങൾ നടത്താനും അതോടൊപ്പം തന്നെ കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഉള്ള സംവിധാനം സ്കൂളുകളിൽ ഉണ്ടാകണം. ഇവിടുത്തെ തെറ്റ് KSEB, അതോടൊപ്പം തന്നെ സ്കൂൾ മാനേജ്മെൻറ്റ് ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ ഏറ്റവും വലുതാണ് വിദ്യാഭ്യാസ വകുപ്പ്. വിദ്യാഭ്യാസ വകുപ്പിനകത്ത് ഒരു കോളേജിൽ ഒരു സ്കൂളിലുണ്ടാകുന്ന പ്രതിസന്ധി DO ഓഫീസിൽ നിന്ന് കൃത്യമായി വന്ന് നോക്കണം. അവർ വന്നിട്ട് നോക്കണം, ഇതെന്താ ഈ ലൈൻ കമ്പി ഇങ്ങനെ നടക്കുന്നത്, അവർ പറഞ്ഞ കുറച്ചുകൂടെ ഇതാവും. അതുകൊണ്ട് തെറ്റ് വരേണ്ടത് അന്നേരം ആ അർത്ഥത്തിൽ ശിക്ഷിക്കപ്പെടേണ്ടത് എന്താണ്? ആ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ്. വാസുകിയാണ്, മിനിസ്റ്ററാണ്. ഇലക്ട്രിസിറ്റിയുടെ പറഞ്ഞ കൃഷ്ണൻകുട്ടിയാണ് അതിൻ്റെ മെയിൻ ഡയറക്ടർ ജനറലാണ്. മനസ്സിലാവുന്നു? അല്ല സോറി, ആ ഇലക്ട്രിസിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എംപ്ലോയി ഇതിൻ്റെ ഒരു ഭാഗമാണ്. അല്ലാതെ സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ വീഴ്ച, ഇത്തരത്തിലുള്ള വീഴ്ചകൾ വന്നാൽ അതിൻ്റെ ടോപ്പ് ലെവലിൽ ശിക്ഷ കൊടുക്കത്തക്ക രീതിയിലായാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും കുറച്ചുകൂടെ വിജിലൻ്റായിട്ട് മുന്നോട്ട് പോകും. ആ ഒരു ശ്രദ്ധയുടെ കുറവാണ്. അതുകൊണ്ട് ശിക്ഷ താഴേക്കിടയിലാകരുത്. മനസ്സിലായോ? ഞങ്ങൾ പാർട്ടിക്കാരിലെ ചെറുപ്പക്കാർ കുറച്ച് പേര് സ്ഥിരം അടിപൊളികളാകുന്നതിന് കൂട്ട് ആക്കാതിരുന്നാൽ മതി. രണ്ടുപേർ പറഞ്ഞൂടെ? സ്ലോ കണക്ഷൻ.